നമസ്കാരം, സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേരളത്തിൽ LDF തരംഗമാണ് അലയടിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തൃശൂർ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ചാവക്കാട് നടന്ന പൊതുസമ്മേളനം അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. സംഗീതജ്ഞൻ KG ജയൻ വിടവാങ്ങി. ഹൃദയസ്പർശിയായ ഗാനങ്ങൾ ആസ്വാദക മനസ്സിൽ നൈർമല്യമായി ചാർത്തിയാണ് അതുല്യ സംഗീതജ്ഞൻ വിട പറയുന്നത്. ക്ഷേമ പെൻഷൻ വിതരണം നടത്തുന്നില്ലെന്നാരോപിച്ച് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ പുന്നയൂർ സർവീസ് സഹകരണ ബാങ്കിന് മുന്നിൽ പ്രതിഷേധ കുത്തിയിരിപ്പ് ധർണ നടത്തി. സംസ്ഥാന സർക്കാരിന്റെ വീഴ്ച മറച്ചുവെക്കാൻ നടത്തിയ നാടകമെന്ന് സഹകരണ ബാങ്ക് പ്രസിഡന്റ് PK ഹസൻ. വാർത്തകൾ വിശദമായി. പ്രശസ്ത ഗായകനും സംഗീത സംവിധായകനുമായ KG ജയൻ അന്തരിച്ചു. 90 വയസ്സായിരുന്നു. തൃപ്പുണിത്തുറയിലെ വീട്ടിൽ വെച്ചായിരുന്നു അന്ത്യം. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ഏറെ നാളായി വീട്ടിൽ വിശ്രമത്തിലായിരുന്നു. ഇരട്ട സഹോദരനായ വിജയനൊപ്പം ചേർന്നുള്ള കൂട്ടുകെട്ടിലൂടെ ശാസ്ത്രീയ സംഗീത രംഗത്തും ഭക്തിഗാനരംഗത്തും സിനിമാ ഗാനരംഗത്തും ഒരു പിടി മികച്ച ഗാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. 2019 രാജ്യം പത്മശ്രീ നൽകി അദ്ദേഹത്തെ ആദരിച്ചു. 1991 സംഗീത നാടക അക്കാദമി, 2013 ഹരിവരാസനം പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പൊതുദർശനവും സംസ്കാരവും നാളെ കൊച്ചിയിൽ നടക്കും. ഹൃദയസ്പർശിയായ ഗാനങ്ങൾ ആസ്വാദക മനസ്സിൽ നൈർമല്യമായി ചാർത്തിയാണ് അതുല്യ സംഗീതജ്ഞൻ വിടവാങ്ങുന്നത്. സാഹോദര്യത്തിന്റെ കെട്ടുറപ്പിൽ സംഗീത ലോകത്ത് സ്നേഹത്തിന്റെ പ്രതീകം തീർത്ത പ്രതിഭ കൂടിയായിരുന്നു KG ജയൻ. ഇന്നും ശബരിമല നട തുറക്കുമ്പോൾ ദർശന പുണ്യത്തോടെ ഭക്തരുടെ മനസ്സിൽ പുണ്യം നിറയ്ക്കുന്ന ഈ ഒരു ഗാനം മതി KG ജയൻ എന്ന ഗായകനെ അറിയാൻ. ചെറുപ്പം മുതൽ സംഗീതത്തോടുള്ള അടങ്ങാത്ത ആവേശവും ആഗ്രഹവും കാരണം 6-ാം വയസ്സിൽ ശാസ്ത്രീയമായ സംഗീത പഠനം ആരംഭിച്ച ജയൻ 10-ാം വയസ്സിൽ അരങ്ങേറ്റം നടത്തിയാണ് തന്റെ സംഗീത സഭര്യ തുടങ്ങുന്നത്. പിന്നീട് സംഗീത പഠനത്തിന്റെ നാൾവഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ സഹോദരൻ വിജയനായിരുന്നു കൂട്ട്. ഈ കൂട്ടുകെട്ടിൽ മലയാളികൾ നെഞ്ചേറ്റിയത് ഒരു പിടി നല്ല ഗാനങ്ങളാണ്. ഇരട്ട സഹോദരനോടൊപ്പം ജയം വിജയ എന്ന പേരിലുള്ള കച്ചേരികളും രാജ്യമൊട്ടാകെ ശ്രദ്ധിക്കപ്പെട്ടു. പിന്നീട് ഭക്തിഗാനങ്ങളിലൂടെയും സിനിമാ ഗാനങ്ങളിലൂടെയും ഈ സഹോദര കൂട്ടുകെട്ട് സംഗീത ലോകത്ത് പുതിയ ഭാവുകങ്ങൾ തീർക്കുകയായിരുന്നു. സ്വരമാധുര്യത്തിന്റെയും ആലാപന മികവിന്റെയും ചാരുതയിൽ ഈ ശബ്ദ സൗന്ദര്യം ആസ്വാദക ഹൃദയങ്ങൾ കീഴടക്കി. ഗാനാലാപനത്തിലെന്ന പോലെ സംഗീത സംവിധാനത്തിലും അദ്ദേഹം തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചു. ഇദ്ദേഹത്തിന്റെ സംഗീത സംവിധാനത്തിൽ യേശുദാസ് ആലപിച്ച ചെമ്പയ്ക്ക് നാദം നിലച്ചപ്പോൾ എന്ന വരികൾ ഇന്നും മലയാളിയുടെ നാവിൻ തുമ്പത്ത് ഈണമിടുന്ന ഭക്തിലഹരിയാണ്. മലയാളത്തിനു പുറമെ തമിഴ് ചലച്ചിത്ര മേഖലയിലും കഴിവ് തെളിയിച്ചു. 1988 ഇരട്ട സഹോദരൻ വിജയൻ വിടവാങ്ങിയതോടെ പിന്നീട് തനിച്ചായിരുന്നു ആ സംഗീതയാത്ര. മലയാളികൾക്ക് മറക്കാനാവാത്ത ഗാനങ്ങൾ സമ്മാനിച്ച് മലയാളക്കരയിൽ തിലകം ചാർത്തി തിളങ്ങിയ നക്ഷത്രദീപം പൊലിഞ്ഞെങ്കിലും എന്നും അദ്ദേഹത്തിന്റെ ഈണങ്ങളും ശബ്ദ സൗകുമാര്യത്തിന്റെ മാധുര്യവും മരണമില്ലാതെ ആസ്വാദകരിൽ സംഗീതമഴയായി പെയ്തുകൊണ്ടേയിരിക്കും. ന്യൂസ് ഡെസ്ക് CCTV. നാദവിസ്മയങ്ങളുടെ ആചാര്യൻ KG ജയൻ ഗുരുവായൂർ ചെമ്പൈ സംഗീതോത്സവ വേദിയിൽ നിന്ന് യാത്രയായി. ചെമ്പൈ സംഗീതോത്സവം ഇന്നത്തെ നിലയിൽ 15 ദിവസം മികവാർന്ന രീതിയിൽ നടത്തുന്നതിന്റെ ചാലക ശക്തിയായിരുന്നു അദ്ദേഹം. 4 പതിറ്റാണ്ടിലേറെയായി ഗുരുവായൂർ ദേവസ്വം ചെമ്പൈ സംഗീതോത്സവത്തിലെ അതുല്യ സാന്നിധ്യമായിരുന്നു പത്മശ്രീ KG ജയൻ. ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ ഗുരുവായൂർ ക്ഷേത്രത്തിൽ സംഗീതോത്സവം നടത്തിയിരുന്ന സമയത്ത് മുതലേ പ്രധാന ശിഷ്യരും ഇരട്ട സഹോദരന്മാരുമായ ജയനും വിജയനും ഉണ്ടായിരുന്നു. 1974 ഭാഗവതർ ഇഹലോകവാസം വെടിഞ്ഞെങ്കിലും സംഗീതോത്സവം ക്ഷേത്രത്തിനകത്ത് നടന്നുവന്നു. ഇതിന് പ്രധാന പങ്കുവഹിച്ചതും ഇവരായിരുന്നു. 1988 വിജയന്റെ അപ്രതീക്ഷിത വിയോഗത്തിലും തളരാതെ ജയൻ ചെമ്പൈ സംഗീതോത്സവ നടത്തിപ്പിന്റെ അമരക്കാരനായി. 47 വർഷം തുടർച്ചയായി മുടങ്ങാതെ പങ്കെടുക്കുക മാത്രമല്ല, ചെമ്പൈ സംഗീതോത്സവം പ്രസക്തിയിലേക്ക് ഉയർത്തുന്നതിൽ നിർണായകമായ പങ്കും വഹിച്ചു. സംഗീതോത്സവത്തിന്റെ പ്രധാന ആകർഷകമായ പഞ്ചരത്ന കീർത്തനാലാപനത്തിലെ നിറസാന്നിധ്യമായിരുന്നു. 2022 ചെമ്പൈ സംഗീതോത്സവത്തിന്റെ സമാപന കച്ചേരിയിലാണ് അവസാനമായി പങ്കെടുത്തത്. ശാരീരിക വൈഷമ്യങ്ങൾക്കിടയിലും സംഗീത മണ്ഡപത്തിലെത്തി. നിലത്തിരിക്കാൻ പ്രയാസമാകയാൽ അദ്ദേഹത്തിനായി സംഘാടകർ പ്രത്യേക ഇരിപ്പിടവുമൊരുക്കി. ചെമ്പൈ സ്വാമികളുടെ മറ്റൊരു ശിഷ്യനായ പ്രശസ്ത സംഗീതജ്ഞൻ പത്മഭൂഷൺ TV ഗോപാലകൃഷ്ണനും കൂടെ ഉണ്ടായിരുന്നു. ചെമ്പൈ സ്വാമിക്ക് ഏറെ പ്രിയപ്പെട്ട കരുണ ചെയ്വാനെന്തു താമസം കൃഷ്ണ എന്ന കീർത്തനം മംഗളഗാനമായി പാടി അവസാനിപ്പിച്ചാണ് അന്ന് വേദി വിട്ടത്. സമാപന ചടങ്ങിൽ ദേവസ്വം ആദരിച്ചിരുന്നു. ഗുരുവായൂരപ്പന്റെ പ്രിയ കാവ്യമായ
നാരായണീയത്തിന് സംഗീതം പകർന്നത് ദക്ഷിണാമൂർത്തി സ്വാമികളാണെങ്കിൽ പൂന്താനത്തിന്റെ പൂന്തേനായി വിശേഷിപ്പിക്കപ്പെടുന്ന ജ്ഞാനപ്പാന കാവ്യത്തിന് സംഗീതം നൽകിയത് ജയവിജയന്മാരാണ്. ഇന്നും കാലത്തെ മറികടന്ന് ആ സംഗീതം ഭക്തമാനസങ്ങളെ നിർവൃതിയിലാക്കുന്നു. സംഗീതരംഗത്തെ സമഗ്ര സംഭാവന കണക്കിലെടുത്ത് 2010 ഗുരുവായൂർ ദേവസ്വം ശ്രീ ഗുരുവായൂരപ്പൻ ചെമ്പൈ പുരസ്കാരം നൽകി ആദരിച്ചു. അയ്യപ്പ ഭക്തി ഗാനങ്ങളോടാണ് പ്രിയമെങ്കിലും ഗുരുവായൂരപ്പ ഭക്തി ഗാനങ്ങളിലും അദ്ദേഹം മികവ് തെളിയിച്ചു. സഹോദരന്റെ വിയോഗത്തിൽ തളർന്ന് ഇനി സംഗീത ലോകത്തേക്കില്ല എന്ന് പ്രഖ്യാപിച്ച അദ്ദേഹത്തെ യേശുദാസ് വീണ്ടും ഈ രംഗത്തേക്ക് കൈപ്പിടിച്ചുയർത്തിയത് ഗുരുവായൂരപ്പന്റെ ഭക്തിഗാനത്തോടെയായിരുന്നു. 1988 യേശുദാസിന്റെ തരങ്കിണി പുറത്തിറക്കിയ മയിൽപീലി എന്ന ഗുരുവായൂരപ്പ ഭക്തിഗാനം അദ്ദേഹത്തിന്റെ എക്കാലത്തെയും ഹിറ്റുകളിലൊന്നായി. ജയൻ തനിച്ച് ആദ്യമായി സംഗീത സംവിധാനം നിർവഹിച്ചത് ഈ ഗാനത്തിനായിരുന്നു. എസ് രമേശൻ നായർ രചിച്ച 9 ഗുരുവായൂരപ്പ ഭക്തിഗാനങ്ങൾക്കും ജയൻ ഈണം പകർന്നു. യേശുദാസ് ആലപിച്ച ഈ ഗാനങ്ങൾ റെക്കോർഡ് വിജയമാണ് കരസ്ഥമാക്കിയത്. ഒരാഴ്ചയ്ക്കുള്ളിൽ 1,00,000 കാസറ്റാണ് വിറ്റുപോയത്. ഇതിനുശേഷം അദ്ദേഹം നിരവധി ഗുരുവായൂരപ്പ ഭക്തിഗാനങ്ങളും പുറത്തിറക്കി. ജീവിതത്തിലെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ഗുരുവായൂരപ്പ സന്നിധിയിലേക്കാണ് ഓടിയെത്തിയിരുന്നത്. ഗുരുവായൂരിലെ ആധ്യാത്മിക സാംസ്കാരിക പരിപാടികളിലും നിറസാന്നിധ്യമായിരുന്നു. ഭക്തിഗാന ശാഖയിലെ ഒരു യുഗമാണ് അദ്ദേഹത്തിന്റെ വിയോഗത്തോടെ അവസാനിക്കുന്നത്. അദ്ദേഹത്തിന്റെ വിയോഗം ഗുരുഭവനപുരിക്ക് നികത്താനാകാത്ത നഷ്ടമായി. CCTV ന്യൂസ്, ഗുരുവായൂർ. സംഗീതജ്ഞൻ KG ജയന്റെ നിര്യാണത്തിൽ ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ അനുശോചിച്ചു. 40 വർഷത്തിലേറെയായി ചെമ്പൈ സംഗീതോത്സവത്തിൽ പങ്കെടുത്ത് നാദാർച്ചനയാൽ ശ്രീ ഗുരുവായൂരപ്പനെ ഉപാസിച്ച അദ്ദേഹത്തിന്റെ വേർപാട് കനത്ത നഷ്ടമാണെന്നും അദ്ദേഹം അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. കുന്നംകുളം ചിറ്റഞ്ഞൂർ പാടത്തിന് സമീപം ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ടുമറിഞ്ഞ് ഡ്രൈവർക്ക് പരിക്കേറ്റു. തൃശൂർ പാലക്കൽ സ്വദേശി കോലത്ത് വളപ്പിൽ വീട്ടിൽ 57 വയസ്സുള്ള ശശിക്കാണ് പരിക്കേറ്റത്. ഇയാളെ വയലത്തൂർ ആക്ട്സ് ആംബുലൻസ് പ്രവർത്തകർ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇനി തെരഞ്ഞെടുപ്പ് വാർത്തകൾ. കേരളത്തിൽ LDF തരംഗമാണ് അലയടിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. തൃശൂർ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ചാവക്കാട് നടന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കോൺഗ്രസിന് BJPയുടെ മുഖമാണ്. വിദ്വേഷത്തിന്റെ പ്രത്യയശാസ്ത്രം അംഗീകരിക്കാൻ കേരളം തയ്യാറല്ല. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെയും BJPയെയും കേരള ജനത കൈവെടിയും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDF 18 സീറ്റ് നേടിയപ്പോൾ പാർലമെന്റിൽ കേരളത്തിന്റെ ശബ്ദമില്ലാതായി. 18 MPമാരും RSS അജണ്ട നടപ്പാക്കുന്നതിന് BJPക്കൊപ്പം ചേർന്നു. കേരളത്തിൽ വികസനം കൊണ്ടുവരുമെന്ന് പറയുന്ന പ്രധാനമന്ത്രി അവശ്യഘട്ടങ്ങളിൽ കേരളത്തെ സഹായിച്ചില്ലെന്ന് മാത്രമല്ല, ലോകരാഷ്ട്രങ്ങളുടെ സഹായങ്ങൾ ഇല്ലാതാക്കുക കൂടി ചെയ്തു. കടുത്ത അവഗണനയും വിവേചനവുമാണ് കേന്ദ്രം കേരളത്തോട് കാണിക്കുന്നത്. കേന്ദ്രത്തിൽ നിന്നും അർഹതപ്പെട്ടത് കിട്ടാൻ സുപ്രീം കോടതിയെ സമീപിക്കേണ്ടി വന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കൂട്ടുങ്ങൽ ചത്തുരത്തിൽ നടന്ന സമ്മേളനത്തിൽ NK അക്ബർ MLA അധ്യക്ഷത വഹിച്ചു. LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ, CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ്, CPI കേന്ദ്ര കമ്മിറ്റി അംഗം KP രാജേന്ദ്രൻ, LDF ജില്ലാ കൺവീനർ KV അബ്ദുൽ ഖാദർ, CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ്, CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം മുരളി പെരുന്നെല്ലി MLA, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ C സുമേഷ്, M കൃഷ്ണദാസ്, KF ഡേവിസ്, TV ഹരിദാസ്, ഉഷ പ്രഭുകുമാർ, ചാവക്കാട് ഏരിയ സെക്രട്ടറി TT ശിവദാസ്, നാട്ടിക ഏരിയ സെക്രട്ടറി MA ഹാരിസ് ബാബു, മണലൂർ ഏരിയ സെക്രട്ടറി CK വിജയൻ, കവി ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ, LDF നേതാക്കളായ AV വല്ലഭൻ, PK സൈതാലിക്കുട്ടി, സെബാസ്റ്റ്യൻ ചൂണ്ടൽ, KG ശിവാനന്ദൻ, C ഖാദർ, EP സുരേഷ് കുമാർ, RP റഷീദ്, റഹീം വീട്ടിപ്പറമ്പിൽ, ഷീജ പ്രശാന്ത് എന്നിവർ സംസാരിച്ചു. CCTV ന്യൂസ്, ചാവക്കാട്. UDF രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി മത്സരിക്കുമ്പോൾ CPM ചിഹ്നം പോകാതിരിക്കാനാണ് മത്സരിക്കുന്നതെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ. തൃശൂർ ലോക്സഭാ UDF സ്ഥാനാർത്ഥി K മുരളീധരന്റെ പര്യടനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദേശീയ രാഷ്ട്രീയം അതിഗുരുതരമായ പ്രതിസന്ധിയിൽപ്പെട്ട് നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ മതേതര ഇന്ത്യയെ വീണ്ടെടുക്കാനുള്ള പോരാട്ടത്തിലാണ് കോൺഗ്രസും UDFും. അതേസമയം സ്വന്തം ചിഹ്നം നിലനിർത്താനുള്ള പോരാട്ടം മാത്രമാണ് CPMന് ഈ തിരഞ്ഞെടുപ്പ്. അതുകൊണ്ടുതന്നെ ജനാധിപത്യത്തിന്റെ ശക്തിക്ക് UDF ജയിക്കേണ്ടത് ആവശ്യമാണ്. 400 സീറ്റ് നേടി അധികാരത്തിൽ വരുമെന്ന് ദേശീയ മാധ്യമങ്ങളെ കൊണ്ട് പറയിപ്പിക്കുമ്പോഴും മോദി പരാജയ ഭയത്തിലാണ്.
അതുകൊണ്ടാണ് കെജ്രിവാളിനെ ജയിലിലടച്ചതും കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ അക്കൌണ്ടുകൾ മരവിപ്പിച്ചതും. തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരുമെന്നും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്നും അപ്പോൾ കേന്ദ്രമന്ത്രിയായി കെ മുരളീധരൻ ഉണ്ടാകുമെന്നും രാഹുൽ വ്യക്തമാക്കി. കഴിഞ്ഞ കുറേ ദിവസമായി ദേശീയ മാധ്യമങ്ങൾ പടച്ചുവിടുന്ന സർവേകൾ 400-ലധികം സീറ്റുമായി തിരിച്ചു വരുമെന്ന് പറയുന്ന നരേന്ദ്രമോദി ഈ രാജ്യത്തെ തലസ്ഥാന നഗരിയുടെ മുഖ്യമന്ത്രിയെ പിടിച്ച് ജയിലിലിടുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? കോൺഗ്രസ് പോലെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിയുടെ എല്ലാ അക്കൗണ്ടുകളും ഫ്രീസ് ചെയ്ത് നരേന്ദ്രമോദി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ആത്മവിശ്വാസക്കുറവ് കൊണ്ടാണ്. ഈ ജൂൺ മാസം 4-ാം തീയതി ഈ രാജ്യത്തെ പൊതുതെരഞ്ഞെടുപ്പിന്റെ ഫലം വരുമ്പോ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അത് സാക്ഷാൽ രാഹുൽ ഗാന്ധി ആകുമ്പോ തൃശൂരിന്റെ പ്രതിനിധിയായി കേന്ദ്രമന്ത്രിയാകുവാനാണ് നമ്മൾ ശ്രീ കെ മുരളീധരന് വേണ്ടി ഇവിടെ വോട്ട് ചോദിക്കുന്നത്. കഴിഞ്ഞ ദിവസം മോദിയും പിണറായിയും തൃശൂർ വന്നപ്പോൾ പരസ്പര സഹകരണത്തിലാണ് സംസാരിച്ചതെന്ന് കെ മുരളീധരൻ പറഞ്ഞു. കരുവന്നൂരിൽ ഏറ്റവും വലിയ കൊള്ളയാണ് നടന്നതെന്ന് മോദി പറയുമ്പോൾ എന്തുകൊണ്ടാണ് ED നടപടിയെടുക്കാത്തത്? തെരഞ്ഞെടുപ്പിലെ സഹകരണത്തിനു വേണ്ടി എല്ലാ വിഷയങ്ങളിലും അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം കളിക്കുകയാണ്. ഇത് നാടിന് ആപത്താണെന്ന് നാം തിരിച്ചറിയണമെന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു. കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയെ എതിർക്കുന്ന ശൗര്യമൊന്നും ഇന്നലെ പിണറായി വിജയന്റെ പ്രസംഗത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞില്ല. അതായത് മോഡിയുടെ വിരട്ടലിൽ അല്പം വരണ്ടുപോയ പിണറായിനെയാണ് ഇന്നലെ കാണാൻ കഴിഞ്ഞത്. അപ്പോൾ നമ്മുടെ മേയർ വർഗീസ് പറഞ്ഞതുപോലെ അന്തർധാര ഏതാണ്ട് ശക്തമായിരിക്കുന്നുവെന്നാണ് ഇന്നലത്തെ ഈ രണ്ടുപേരുടെയും നരേന്ദ്രമോദിയുടെയും പിണറായി വിജയൻ്റെയും പ്രസംഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ അന്തർധാര നാടിനാപത്താണ്, രാജ്യത്തിനാപത്താണ്. അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് അധ്യക്ഷനായി. DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ, MP വിൻസെന്റ്, സുനിൽ അന്തിക്കാട് എന്നിവർ സംസാരിച്ചു. CCTV ന്യൂസ്, കേച്ചേരി. ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുള്ള ക്രമസമാധാന നടപടികളുടെ ഭാഗമായി കുന്നംകുളം നഗരത്തിൽ കേന്ദ്രസേന റൂട്ട് മാർച്ച് നടത്തി. CRPF ഇൻസ്പെക്ടർമാരായ ഉപേന്ദ്ര സിംഗ്, N മൂർത്തി, കുന്നംകുളം SHO UK ഷാജഹാൻ, സബ് ഇൻസ്പെക്ടർമാരായ ജിഷിൽ, പോളി, സിവിൽ പോലീസ് ഓഫീസർ ഷിജിൻ പോൾ എന്നിവരുടെ നേതൃത്വത്തിലാണ് റൂട്ട് മാർച്ച് നടത്തിയത്. കുന്നംകുളം പാറയിൽപ്പള്ളി പരിസരത്ത് നിന്ന് ആരംഭിച്ച റൂട്ട് മാർച്ച് കുന്നംകുളം നഗരത്തിലൂടെ കടന്ന് പോലീസ് സ്റ്റേഷന് മുൻപിൽ സമാപിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ക്രമസമാധാന നടപടികളുടെ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി വടക്കേക്കാട് മേഖലയിൽ കേന്ദ്രസേന റൂട്ട് മാർച്ച് നടത്തി. CRPF ഇൻസ്പെക്ടർമാരായ ഉപേന്ദ്ര സിംഗ്, N മൂർത്തി, വടക്കേക്കാട് SHO R ബിനു, SI മാരായ ജലീൽ, സുധീർ എന്നിവരുടെ നേതൃത്വത്തിലാണ് റൂട്ട് മാർച്ച് നടത്തിയത്. പുന്നേർകുളം ആൽത്തറ സെന്റർ, വടക്കേക്കാട്, കൌക്കാനപ്പെട്ടി, അണ്ടത്തോട്, മന്നലാംകുന്ന് എന്നിവിടങ്ങളിലായിരുന്നു റൂട്ട് മാർച്ച് നടത്തിയത്. മറ്റു വാർത്തകളിലേക്ക്. അകലാട് ഒറ്റയിനി ബീച്ചിലുണ്ടായ സംഘർഷത്തിലെ പ്രതികളെ വടക്കേക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു സംഭവം. പുലർച്ചെ കാറിൽ പോകുകയായിരുന്ന അകലാട് സ്വദേശിയായ നിഷാദിനെ മദ്യപിച്ചെത്തിയ അകലാട് ഒറ്റയിനി സ്വദേശികളായ മനപ്പടി വീട്ടിൽ സൽമാൻ, സപ്ലാങ്കൊടിയിൽ വീട്ടിൽ അലി, വട്ടേക്കാട് വീട്ടിൽ സനൽ എന്നിവർ ചേർന്ന് കാർ തടഞ്ഞു നിർത്തി കത്തിവീശി അക്രമം നടത്തിയിരുന്നു. ഇതിന്റെ പ്രതികാരമായി രാത്രി 10 മണിയോടെ അകലാട് വെച്ച് പുതുപ്പുരയ്ക്കൽ വീട്ടിൽ നിഷാദ്, കൊടിക്കുത്ത് വീട്ടിൽ ലത്തീഫ് എന്നിവരടങ്ങുന്ന സംഘം സപ്ലാങ്കൊടിയിൽ വീട്ടിൽ അക്ബർ അലിയെ ഹെൽമറ്റ് കൊണ്ട് തലക്കടിച്ച് പരിക്കേൽപ്പിച്ചു. സംഭവത്തിനു ശേഷം പ്രതികൾ രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും അക്രമികളായ ഇരുവിഭാഗത്തിൽപ്പെട്ട 5 പേരെയും വടക്കേക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. മറ്റു പ്രതികളെക്കുറിച്ച് സൂചന ലഭിച്ചതായും ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യുമെന്ന് വടക്കേക്കാട് SHO ബിനു R പറഞ്ഞു. SI മാരായ ശിവശങ്കരൻ R, സാബു PS, CPO മാരായ രതീഷ് കുമാർ T, ഷാജികുമാർ, അരുൺ, മിഥുൻ എന്നിവർ ചേർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. CCTV ന്യൂസ്, പുന്നയൂർകുളം. കാട്ടുകാമ്പാൽ ഭഗവതി ക്ഷേത്രത്തിലെ പൂരത്തിന് നടക്കുന്ന കൂട്ടിയെഴുന്നള്ളിപ്പിൽ കൊമ്പന്മാരിൽ വമ്പന്മാർ അണിനിരക്കും. 8,08,000 രൂപയ്ക്ക് ഏക്കത്തിനെത്തുന്ന കൊമ്പൻ തൃക്കടവൂർ ശിവരാജുവിനെയും തലയെടുപ്പിന്റെ വിസ്മയം തീർക്കുന്ന പുതുപ്പള്ളി കേശവനെയും ചിറക്കൽ കാളിദാസനെയും ദേശകമ്മിറ്റിക്കാർ നേരത്തെ തന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഊക്കൻസ് കുഞ്ചു, ചിറക്കര ശ്രീറാം, അമ്പാടി ബാലൻ തുടങ്ങി മികച്ച ആനകളെല്ലാം തന്നെ പൂരത്തിനെത്തും. ഭഗവതി ക്ഷേത്രത്തിന് സമീപം ആനകളുടെ വലിയ ഫ്ലക്സ് ബോർഡുകളും കമ്മിറ്റിക്കാർ സ്ഥാപിച്ചിട്ടുണ്ട്. ചതുരംഗപ്പടയുമായി ദാരികനെ നേരിടുന്ന കാളിയുടെ സംഘത്തിലെ ഗജപ്പടയാണ് പൂരത്തിന് അണിനിരക്കുന്ന ആനകളെന്നാണ് വിശ്വാസം. പ്രദേശത്തെ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വിഭിന്നമായി തട്ടകത്തെ പറയെടുപ്പിന് ആനപ്പുറത്തേറിയാണ് ഭഗവതി എത്തുന്നത്. ചാവക്കാട് നഗരസഭാ ചെയർമാനായിരിക്കെ കൊല്ലപ്പെട്ട KP വത്സലന്റെ ഓർമ്മദിനം ആചരിച്ചു.
KP വത്സലന്റെ ബലികുടീരത്തിൽ പുഷ്പാർച്ചനയോടെയാണ് ദിനാചരണത്തിന് തുടക്കമായത്. തുടർന്ന് നടന്ന അനുസ്മരണ സമ്മേളനം CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. വത്സലന്റെ സ്മൃതി മണ്ഡപത്തിൽ പതാക ഉയർത്തിയതിനു ശേഷം പുഷ്പചക്രം സമർപ്പിച്ചു. തുടർന്ന് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചനയും നടത്തി. ഏരിയ സെക്രട്ടറി TT ശിവദാസന്റെ അധ്യക്ഷതയിൽ നടത്തിയ അനുസ്മരണ സമ്മേളനം KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ C. സുമേഷ്, ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ M. കൃഷ്ണദാസ്, NK അക്ബർ MLA, ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, AH അക്ബർ, പുനയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ, MR രാധാകൃഷ്ണൻ, V. സെമീർ എന്നിവർ സംസാരിച്ചു. ഇതിന്റെ ഭാഗമായി വിവിധ ബ്രാഞ്ചുകളിൽ പ്രഭാതപേരിയും പുഷ്പാർച്ചനയും ഉണ്ടായിരുന്നു. പെഞ്ഞാമുക്ക് ചെറുവള്ളിക്കടവ് പാലത്തിന് സമീപം ശുദ്ധജല പദ്ധതിയുടെ വാൽവിലൂടെ വൻതോതിൽ വെള്ളം പാഴാകുന്നു. വാൽവിന്റെ തകരാറ് മൂലമാണ് വെള്ളം പുറത്തേക്ക് ഒഴുകുന്നത്. വെള്ളം വിതരണം ചെയ്യുമ്പോഴെല്ലാം 100 കണക്കിന് ലിറ്റർ വെള്ളമാണ് പാഴായി പോകുന്നത്. മുൻപ് നമ്പരപ്പടവിന്റെ സമീപത്തെ പൈപ്പിന്റെ വാൽവ് തകരാറിലായി വെള്ളം സമീപത്തെ പാടത്തേക്ക് ഒഴുകിയിരുന്നു. കൊയ്ത്തിനൊരുങ്ങിയ പാടത്ത് വെള്ളം നിറഞ്ഞത് മൂലം നെല്ല് കൊയ്തെടുക്കാനാകാതെ കർഷകർ വലഞ്ഞിരുന്നു. കർഷകന്റെ കഷ്ടപ്പാടിനെക്കുറിച്ച് CCTV വാർത്ത നൽകിയതോടെ ജല അതോറിറ്റി ഉദ്യോഗസ്ഥർ ഈ വാൽവ് അറ്റകുറ്റപ്പണി നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് സമീപത്തെ മറ്റൊരു വാൽവ് ലീക്കായി വെള്ളം പാഴാകുന്നത്. വേനലിൽ വറ്റിവരണ്ട തോട്ടിൽ പൈപ്പിലെ വെള്ളം ഒഴുകി നിറഞ്ഞതായി നാട്ടുകാർ പറയുന്നു. പൈപ്പിന്റെ വാൽവ് അറ്റകുറ്റപ്പണി നടത്തി വെള്ളത്തിന്റെ ചോർച്ച അടയ്ക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പഴുന്നാനിയിൽ ശുചിമുറി മാലിന്യം തള്ളുന്നത് നാട്ടുകാർ തടഞ്ഞു. പാടശേഖര സമിതി നേതാവിന്റെ ഒത്താശയോടെയാണ് മാലിന്യ നിക്ഷേപമെന്ന ആക്ഷേപമുണ്ട്. സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള പാടശേഖരത്തിലാണ് മാലിന്യം തള്ളുന്നതിനായി രാത്രി വാഹനവുമായി എത്തിയത്. പഴുന്നാനിയിലെ പാടശേഖര സമിതി നേതാവിന്റെ നിർദ്ദേശപ്രകാരമാണ് മാലിന്യം തള്ളുന്നതെന്ന് വാഹനം ഓടിച്ചിരുന്ന ഡ്രൈവർ പറഞ്ഞതായി നാട്ടുകാർ പറയുന്നു. CPM പഴുനാന സൗത്ത് ബ്രാഞ്ച് സെക്രട്ടറി ശരത്തിന്റെയും പാർട്ടി അംഗങ്ങളായ സുധീർ, സുനിൽ, ഗൌതം എന്നിവരുടെ നേതൃത്വത്തിലാണ് നാട്ടുകാർ വാഹനം തടഞ്ഞത്. പോലീസ് എത്തി വാഹനവും ഡ്രൈവറെയും കസ്റ്റഡിയിലെടുത്തു. ക്ഷേമ പെൻഷൻ വിതരണം നടത്തുന്നില്ലെന്ന് ആരോപിച്ച് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ പുന്നയൂർ സർവീസ് സഹകരണ ബാങ്കിന് മുന്നിൽ പ്രതിഷേധ കുത്തിയിരിപ്പ് ധർണ നടത്തി. ചെറിയ പെരുന്നാളിനും വിഷുവിനും മുമ്പ് പെൻഷൻ നൽകുന്നതിനു വേണ്ടി സംസ്ഥാന സർക്കാർ തീരുമാനമെടുക്കുകയും പണം അനുവദിക്കുകയും ചെയ്തിട്ടും സർവീസ് സഹകരണ ബാങ്ക് നേതൃത്വത്തിൽ വിതരണം നടത്തുന്നില്ലെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം. ബാങ്ക് പരിധിയിൽപ്പെടുന്ന 2177 പേർക്ക് പെൻഷൻ നൽകാതെ ബോധപൂർവം വൈകിപ്പിക്കുകയായിരുന്നു ബാങ്ക് അധികാരികൾ എന്ന് പ്രതിഷേധക്കാർ ആരോപിച്ചു. കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് സഹകരണ ബാങ്കിന് നേതൃത്വം നൽകുന്നത്. പെരുന്നാളിനും വിഷുവിനും മുമ്പ് പെൻഷൻ നൽകരുത് എന്ന് രാഷ്ട്രീയ നേട്ടത്തിനായി ലക്ഷ്യം വെച്ചാണ് ബാങ്ക് ഭരണസമിതി പെൻഷൻ വൈകിപ്പിക്കുന്നതെന്ന് പ്രതിഷേധക്കാർ ആരോപിച്ചു. സമരത്തിന് പുന്നയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ, വൈസ് പ്രസിഡന്റ് സുഹറ ബക്കർ, സ്ഥിരം സമിതി അധ്യക്ഷരായ KA വിശ്വനാഥൻ മാസ്റ്റർ, ഷമീം അഷ്റഫ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജസ്ന ലത്തീഫ്, പഞ്ചായത്ത് അംഗങ്ങളായ MK അർഫാത്ത്, സെലീന നാസർ, റസീന ഉസ്മാൻ എന്നിവർ നേതൃത്വം നൽകി. CCTV ന്യൂസ് പുന്നയൂർകുളം. ക്ഷേമ പെൻഷൻ വിതരണം പുന്നയൂർ പഞ്ചായത്ത് സർവീസ് സഹകരണ ബാങ്കിന് മുന്നിൽ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള LDF മെമ്പർമാർ നടത്തിയ പ്രതിഷേധ കുത്തിയിരിപ്പ് സമരം സംസ്ഥാന സർക്കാരിന്റെ വീഴ്ച മറച്ചുവെക്കാൻ നടത്തിയ നാടകമെന്ന് സഹകരണ ബാങ്ക് പ്രസിഡന്റ് PK ഹസൻ. ഏപ്രിൽ 11 വ്യാഴാഴ്ച വൈകിട്ട് 5 മണിക്കാണ് 2023 വർഷത്തെ ഒക്ടോബർ, നവംബർ മാസത്തെ ഉൾപ്പെടുന്ന 2 മാസത്തെ ക്ഷേമ പെൻഷൻ 68,99,600 രൂപ ചാവക്കാട് ട്രഷറിയിൽ വന്നതെന്നും ഏപ്രിൽ 12 വെള്ളിയാഴ്ച തന്നെ ബാങ്ക് ജീവനക്കാർ 711 പേർക്കായി 21,98,000 രൂപ വിതരണം ചെയ്തതായി ബാങ്ക് അധികൃതർ വ്യക്തമാക്കി. കഴിഞ്ഞ 11-ാം തീയതി വ്യാഴാഴ്ച 5 മണിക്കാണ് സർക്കാരിൽ നിന്ന് ട്രഷറിയിലേക്ക് 69,98,000 രൂപ വരുന്നത്. പിറ്റേ ദിവസം 12-ാം തീയതി വെള്ളിയാഴ്ച നമ്മൾ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഓൺ ഫണ്ട് ഉപയോഗിച്ച് 21 ലക്ഷം രൂപ 711 പേർക്ക് ഞങ്ങളിവിടെ പെൻഷൻ കൊടുക്കുകയുണ്ടായി. 13, 14 ശനി, ഞായർ ദിവസങ്ങളിൽ സർക്കാർ അവധി ദിനങ്ങളായതിനാൽ 15-ാം തീയതി തിങ്കളാഴ്ച ബാക്കി സംഖ്യ പെൻഷൻകാർക്ക് വിതരണം ചെയ്യുന്നതിനിടെയാണ് അനാവശ്യ സമരമെന്ന് ഹസൻ പറഞ്ഞു. CPM നേതൃത്വത്തിലുള്ള പുന്നയൂർ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ ബാങ്കിൽ അതിക്രമിച്ചു കയറി ബാങ്കിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തുന്ന വിധത്തിലായിരുന്നു കുത്തിയിരിപ്പ് സമരം നടത്തിയതെന്നും ബാങ്ക് അധികൃതർ ആരോപിച്ചു. 2 ദിവസം കൊണ്ട് ബാങ്ക് ജീവനക്കാരുടെ അക്ഷീണ പ്രവർത്തനം കൊണ്ട് ഏകദേശം 40,30,600 രൂപ പെൻഷൻ വിതരണം ചെയ്ത് 58% തുക ഗുണഭോക്താക്കളിലേക്ക് എത്തിക്കാൻ സാധിച്ചതായും മറിച്ചുള്ള പ്രചരണം അവാസ്തവവും രാഷ്ട്രീയ പ്രേരിതവുമാണെന്നും
ബാങ്ക് പ്രവർത്തനം തടസ്സപ്പെടുത്തിയതിന് CPM നേതൃത്വം മാപ്പ് പറയണമെന്നും സഹകരണ ബാങ്ക് പ്രസിഡന്റ് PK ഹസൻ ആവശ്യപ്പെട്ടു. ഈ പെൻഷൻ വിതരണം ചെയ്യുന്നതിൽ ഗവൺമെന്റിൽ വന്ന വീഴ്ചയാണ്. ഈ പെൻഷൻ തന്നെ കൊടുക്കുന്നത് 2023 ഒക്ടോബർ നവംബർ മാസങ്ങളിലെ പെൻഷനാണ്. ഇതാണ് നമ്മൾ വൈകുന്നത് കണ്ടപ്പോൾ തന്നെ നമ്മുടെ ഓൺ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ഈ 11-ാം തീയതി തന്നെ നമ്മൾ നമ്മുടെ സ്റ്റാഫ് അംഗങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ട് വിതരണം ചെയ്തത്. 6 മാസത്തോളമായി സംസ്ഥാന ഗവൺമെന്റ് തന്നെ പെൻഷൻ തടഞ്ഞു വെച്ചിട്ട്. അപ്പൊ ഇത് ജനങ്ങൾ മനസ്സിലാക്കി കണ്ടപ്പോഴാണ് CPMന്റെ നേതൃത്വത്തിലുള്ള പഞ്ചായത്ത് പ്രസിഡന്റും ഭരണസമിതി അംഗങ്ങളും ഇവിടെ വന്ന് ഈ അപഹാസ്യമായ രീതിയിലുള്ള സമരമുറകൾ നടത്തിയത്. ഇത് തികച്ചും പ്രതിഷേധവും ദുഃഖകരവുമാണ്. CCTV ന്യൂസ് പുന്നൂർകുളം. പഴഞ്ഞി കൂട്ടുകൃഷി സഹകരണ സംഘത്തിന്റെ വടക്കേ പടവിൽ ആദ്യം കൃഷിയിറക്കിയ പാടങ്ങളിൽ കൊയ്ത്ത് പൂർത്തിയായി. ബണ്ട് പൊട്ടി കൃഷിയിറക്കൽ വൈകിയ പാടങ്ങളിലെ കൊയ്ത്ത് വരും ദിവസങ്ങളിൽ നടക്കും. ചിറയൻകാട് ക്ഷേത്ര പരിസരത്തും വീടുകളിലുമായാണ് നെല്ല് സംഭരണം നടക്കുന്നത്. ആദ്യഘട്ടത്തിൽ 100ഓളം ഏക്കർ പാടത്താണ് കൊയ്ത്ത് നടന്നത്. 650 ഏക്കർ പാടശേഖരത്തിൽ കൃഷിയിറക്കാനായി വെള്ളം പമ്പ് ചെയ്യുന്നതിനിടെ കഴിഞ്ഞ ഒക്ടോബറിലാണ് ബണ്ട് തകർന്നത്. ഇതോടെ മാസത്തോളം കൃഷിയിറക്കൽ വൈകി. ആദ്യം വിത്തിട്ട കർഷകരുടെ ഞാറുകൾ ഉപയോഗിക്കാൻ കഴിയാതെയായി. പുതിയ വിത്ത് വിതച്ചാണ് കൂടുതൽ കർഷകരും കൃഷിയിറക്കിയത്. ആദ്യഘട്ടത്തിൽ ഞാറുനടിയിൽ പൂർത്തിയായ പാടത്താണ് ഇപ്പോൾ കൊയ്ത്ത് പൂർത്തിയായത്. എരുമപ്പെട്ടി പതിയാരം ഇളമുറ കലാകായിക വേദിയുടെ 7ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി വിഷു ഫെസ്റ്റ് സംഘടിപ്പിച്ചു. റിട്ടയേർഡ് അധ്യാപകൻ രാമകൃഷ്ണൻ മാസ്റ്ററുടെ നേതൃത്വത്തിൽ ക്വിസ് മത്സരം നടത്തി. ഭഗത് ചന്ദ്ര 1ാം സ്ഥാനവും എൽവിൻ 2ാം സ്ഥാനവും അഞ്ജന 3ാം സ്ഥാനവും സ്വന്തമാക്കി. തുടർന്ന് നടന്ന കലാപരിപാടികൾ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് അജീഷ് അധ്യക്ഷനായി. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഡോക്ടർ VC ബിനോജ്, എരുമപ്പെട്ടി പഞ്ചായത്ത് മെമ്പർ സുധീഷ് പറമ്പിൽ, അധ്യാപകൻ രാമകൃഷ്ണൻ മാസ്റ്റർ എന്നിവർ വിശിഷ്ടാതിഥികളായി. ക്ലബ്ബ് സെക്രട്ടറി ജിഷ്ണുലാൽ, എക്സിക്യൂട്ടീവ് അംഗം മിബിൻ ഒമേഗ, മെമ്പർമാരായ നിഖിൽ നാരായണൻ, വിഷ്ണുലാൽ, MS വിഷ്ണു, മിഥുൻ ദാസ്, ആദിത്യൻ, വിപിൻ, അരുൺദാസ് എന്നിവർ നേതൃത്വം നൽകി. പുന്നേർകുളം ചെറായി ക്രിയേറ്റീവ് സാംസ്കാരിക വേദി വായനശാലയുടെ 26ാം വാർഷികം 2 ദിവസങ്ങളിലായി വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. ഏപ്രിൽ 14, 15 തീയതികളിലായി നടന്ന വാർഷികാഘോഷം നടൻ സുനിൽ സുഗത ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ ശോഭ പ്രേമൻ അധ്യക്ഷയായി. വടക്കേക്കാട് SI P ശിവശങ്കരൻ, വായനശാല ഭാരവാഹികളായ M റാണ പ്രതാപ്, P സുനിൽകുമാർ, VG വിഷ്ണു, അഖിൽ പ്രകാശ്, MS ശരത്ത് തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. MS ഷിബിൽ, നീതു രാജേഷ്, K രാഹുൽ, TB അരുൺ, രാംജിത്ത്, നിതുൽ കൃഷ്ണ, ആദർശ് തുടങ്ങിയവർ നേതൃത്വം നൽകി. 2ാം ദിവസം സിനിമാ പിന്നണി ഗായിക ദുർഗ വിശ്വനാഥ് നയിച്ച ഗാനമേളയോടുകൂടിയാണ് ആഘോഷ പരിപാടികൾക്ക് സമാപനമായത്. ഗസൽ സന്ധ്യയോടെ മന്നലാംകുന്ന് ബീച്ച് ഫെസ്റ്റിവലിന്റെ സ്റ്റേജിന് പരിപാടികൾക്ക് സമാപനമായി. ചെറിയ പെരുന്നാൾ, വിഷു എന്നിവയുടെ ഭാഗമായി ഏപ്രിൽ 11 മുതൽ 20 വരെയാണ് മന്നലാംകുന്ന് ബീച്ച് ഡെവലപ്മെന്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബീച്ച് ഫെസ്റ്റിവൽ നടത്തുന്നത്. ഈശൽ സന്ധ്യ, അറബിക് നൈറ്റ്, നാട്ടരങ്ങ്, ഗസൽ നിലാവ് എന്നിങ്ങനെ വിവിധ സ്റ്റേജ് പരിപാടികളാണ് സംഘടിപ്പിച്ചത്. മന്നലാംകുന്ന് ബീച്ച് ബീറ്റ്സ് മ്യൂസിക്കൽ ബാൻഡിന്റെ നേതൃത്വത്തിലാണ് ഗസൽ നിലാവ് ഒരുക്കിയത്. ചെയർമാൻ TV സുരേന്ദ്രന്റെയും കൺവീനർ അസീസ് മന്നലാംകുന്നിന്റെയും നേതൃത്വത്തിൽ ബീച്ച് ഡെവലപ്മെന്റ് കമ്മിറ്റി ഭാരവാഹികളും പ്രദേശത്തെ സന്നദ്ധ സംഘടനാ ക്ലബ്ബ് ഭാരവാഹികളും നേതൃത്വം നൽകി. ഏപ്രിൽ 20 വരെ കാർണിവൽ ഉണ്ടായിരിക്കും. എരുമപ്പെട്ടി തിയേറ്റർ എത്തിക്സ് നാടക പ്രവർത്തക സംഘത്തിന്റെ നേതൃത്വത്തിൽ ഷോർട്ട് ഫിലിം പുരസ്കാര ജേതാക്കൾക്ക് അനുമോദനവും ഫിലിം പ്രദർശനവും നടന്നു. 2023-24 98 ഷോർട്ട് ഫിലിമുകളിൽ നിന്ന് മികച്ച സാമൂഹ്യ ചിത്രത്തിനുള്ള ദേവസൂര്യ ജോൺ എബ്രഹാം പുരസ്കാരം നേടിയ ചിത്രത്തിലെ അഭിനേതാക്കളെയും അണിയറ പ്രവർത്തകരെയുമാണ് അനുമോദിച്ചത്. വേലൂർ പാത്രമംഗലം പാർത്ഥസാരഥി ക്ഷേത്ര മൈതാനത്ത് നടന്ന ചടങ്ങ് പ്രസിഡന്റ് VN അനിലിന്റെ അധ്യക്ഷതയിൽ നാടക സിനിമാ സീരിയൽ നടൻ സ്വാതി മോഹനൻ ഉദ്ഘാടനം ചെയ്തു. വേലൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കർമ്മല ജോൺസൺ മുഖ്യാതിഥിയായി. നാടിന്റെ പ്രതിഭകളായ സാഹിത്യകാരൻ ജഗൻ, സി കേരളം ഫെയിം അനുശ്രീ എന്നിവരെ നാടക സിനിമാ സീരിയൽ നടൻ സ്വാതി മോഹനൻ അനുമോദിച്ചു. തുടർന്ന് പുതിയ ഷോർട്ട് ഫിലിമിന്റെ സ്വിച്ച് ഓണും നടന്നു. രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുമ്പോൾ പുന്നേർകുളം മേഖലയിൽ വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥ മൂലം ലിറ്റർ കണക്കിന് വെള്ളം പാഴാകുന്നു. അധികൃതരോട് പരാതിപ്പെട്ടിട്ടും യാതൊരു നടപടിയും സ്വീകരിച്ചില്ലെന്ന വ്യാപാരികൾ. ആൽത്തറ സെന്ററിലാണ് 15 ദിവസങ്ങളോളമായി കുടിവെള്ളം പാഴായിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്നത് നിലവിൽ ഉപകാരശൂന്യമായതുമായ കോൺക്രീറ്റ് തൂണിൽ സ്ഥാപിച്ച ടാപ്പിൽ ദിവസങ്ങൾക്ക് മുമ്പ് വണ്ടിയിടിച്ചതാണ് ഗ്രൗണ്ട് വാട്ടർ പൈപ്പ് പൊട്ടുവാൻ ഉണ്ടായ കാരണം. ഇതുമൂലം ലിറ്റർ കണക്കിന് വെള്ളമാണ് ദിവസവും പാഴായിക്കൊണ്ടിരിക്കുന്നത്. പ്രദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കുടിവെള്ളം എത്തിക്കുന്ന പ്രധാന ഗ്രൗണ്ട് വാട്ടർ പൈപ്പാണ് പൊട്ടിയിരിക്കുന്നത്. ഇതിനെ ആശ്രയിച്ചു കഴിയുന്ന പല ഭാഗങ്ങളിലും കുടിവെള്ളം കിട്ടാറില്ല.
പ്രദേശത്ത് കുടിവെള്ളക്ഷാമം നേരിടുന്നതുകൊണ്ട് വാഹനങ്ങളിലും തലച്ചുമടായും മറ്റു സംവിധാനങ്ങൾ ഉപയോഗിച്ചുമാണ് ദൂരസ്ഥലങ്ങളിൽ നിന്നും കുടിവെള്ളം ശേഖരിക്കുന്നത്. മാത്രവുമല്ല, വെള്ളം റോഡരികിൽ ചെളിയോടൊപ്പം തളം കെട്ടി നിൽക്കുന്നതുകൊണ്ട് ഇതിൽ ചവിട്ടി കടകളിലേക്ക് പ്രവേശിക്കുന്നത് മൂലം പ്രദേശത്തെ വ്യാപാര സ്ഥാപനങ്ങൾ വൃത്തിഹീനമാകുന്ന സാഹചര്യവുമുണ്ട്. നിരവധി തവണ അധികൃതരോട് പരാതി പറഞ്ഞെങ്കിലും യാതൊരു പ്രശ്നപരിഹാരത്തിനും അധികൃതർ തയ്യാറായിട്ടില്ല. എത്രയും പെട്ടെന്ന് പ്രശ്നപരിഹാരത്തിന് തയ്യാറാകണമെന്ന് വ്യാപാരികൾ ആവശ്യപ്പെട്ടു. വാഹനം ഇടിച്ചിട്ട് പൈപ്പ് കേടായിട്ടുള്ളത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ കുടിവെള്ളത്തിന് ക്ഷാമം നേരിടുന്ന അവസ്ഥയിൽ ഇതിങ്ങനെ തുടർച്ചയായി പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനൊരു പരിഹാരം ഇതുവരെ കണ്ടിട്ടില്ല. വാട്ടുവാരത്തിക്ക് അപ്പം തന്നെ നമ്മൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആരും ഇതുവരെ ഒരു പരിഹാരം കണ്ടിട്ടില്ല. ഈ കടയിലേക്ക് വരുന്നവർക്കൊക്കെ വെള്ളം ചവിട്ടിയിട്ട് വേണം അങ്ങോട്ട് കയറാം. ഇതിപ്പോൾ കുറച്ച് ലോവായിരിക്കുകയാണ്. മുന്നേയൊക്കെ കാലത്ത് മുതൽ നല്ല സ്പീഡിലാണ് വെള്ളം പോയിട്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ അവസ്ഥയിലാണ് ഇത് എത്രയും പെട്ടെന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ടുള്ള നിയമ നടപടി സ്വീകരിക്കുക. നടപടി ചെയ്യണം. എത്രയും പെട്ടെന്ന് ശരിയാക്കാനുള്ള നടപടി ചെയ്യണം. CCTV ന്യൂസ് പുന്നയൂർകുളം. കുന്നംകുളം ശ്രീ ശങ്കരപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ തെക്കേമഠം മൂപ്പിൽ സ്വാമിയാർക്ക് സ്വീകരണം നൽകി. ക്ഷേത്രത്തിലെ നവീകരണ സഹസ്ര കലശത്തിന്റെ ഭാഗമായാണ് തെക്കേമഠം വാസുദേവാനന്ദ ബ്രഹ്മാനന്ദ ഭൂതി സ്വാമിയാരെ ക്ഷേത്രത്തിൽ പൂർണ്ണകുംഭം നൽകി സ്വീകരിച്ചത്. രാവിലെ 8 മണിക്ക് ക്ഷേത്രത്തിലെത്തിയ സ്വാമിയെ ക്ഷേത്രം ഊരാളൻ പുന്നത്തൂർ സേതുനാഥരാജ പൂർണ്ണകുംഭം നൽകി സ്വീകരിച്ചു. നിരവധി പൂത്താലങ്ങളോടെയും വാദ്യാഘോഷങ്ങളോടെയും കൂടി ക്ഷേത്രത്തിലേക്ക് ആനയിച്ചു. തുടർന്ന് സ്വാമിയാരുടെ നേതൃത്വത്തിൽ പുഷ്പാഞ്ജലി നടത്തി. ശേഷം ഭിക്ഷയും വെച്ച് നമസ്കാരവും ഉണ്ടായി. നിരവധി ഭക്തജനങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തു. ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി അണ്ടലാടി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് നേതൃത്വം നൽകി. സംഗീതരംഗത്ത് പുതുവഴി വെട്ടി തുറന്ന അഷ്കർ. ഔപചാരികമായി സംഗീതം അഭ്യസിച്ചിട്ടില്ലെങ്കിലും ആത്മവിശ്വാസത്തിന്റെ കരുത്തുമായാണ് ചാവക്കാട് തിരുവത്ര സ്വദേശി അഷ്കർ സംഗീതരംഗത്ത് ശ്രദ്ധേയനാകുന്നത്. പുന്നയൂരിൽ നടന്ന ദിൽക്കി ആവാസ് ഓർക്കസ്ട്ര സംഘടിപ്പിച്ച ഓൾ കേരള മാപ്പിളപ്പാട്ട് മത്സരത്തിൽ 1ാം സമ്മാനം നേടിയ അഷ്കർ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ മാപ്പിളപ്പാട്ട്, ലളിതഗാനം എന്നിവയിൽ സംസ്ഥാന തലത്തിൽ 1ാം സ്ഥാനം നേടിയിട്ടുണ്ട്. സുഗന്ധ സുമസുരവാസികൾ പാടും സുഖസുബർഗ കല്യാണം സുലഭമധുവൊഴുകുന്നൊരു മേട്ടിൽ സുഹൃതനബിതൃ കല്യാണം കൺകളിൽ കുളിയണിയും മേളം കൽബതിൽ കതിർ കത്തും താളം ഹാത്തി. ദമ്പതികളായ കരിമ്പി വീട്ടിൽ അംസുവിന്റെയും ആഷിക്കയുടെയും 4 മക്കളിൽ 3ാമനാണ് അഷ്കർ. അച്ഛനും അമ്മയും 2 സഹോദരിമാരും 1 സഹോദരനും അടങ്ങിയ കുടുംബവും നല്ല പിന്തുണ നൽകുന്നുണ്ട്. ഞാൻ അഷ്കറിന്റെ 2ാമത്തെ താത്തയാണ്. അവൻ നന്നായിട്ട് ചെറുപ്പം മുതൽ നന്നായിട്ട് പാട്ടൊക്കെ പാടും. പിന്നെ സ്റ്റേറ്റ് ലെവലിലൊക്കെ പോയിട്ടുണ്ട്. ഒരുപാട് സമ്മാനങ്ങളും സർട്ടിഫിക്കറ്റും ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഇനിയും അവന് നല്ല ഉയരങ്ങളിൽ എത്തണമെന്നാണ് ഞങ്ങൾക്കൊക്കെ ആഗ്രഹം. വിദ്യാഭ്യാസം പൂർത്തിയായ ശേഷം ഗുരുവായൂരിലുള്ള എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിയിൽ പ്രവർത്തിച്ചു വരികയാണ്. ജോലിക്കിടയിലും സംഗീതത്തോടുള്ള അഭിനിവേശം തുടരുന്ന ഈ ചെറുപ്പക്കാരൻ സംഗീതം ശാസ്ത്രീയമായി പഠിച്ചിട്ടില്ലെങ്കിലും ചെറുപ്പം മുതൽ തന്നെ വിവിധ മത്സരങ്ങളിൽ പങ്കെടുക്കാറുണ്ട്. നിനക്കായൊരിക്കൽ നീയുള്ള ലോകങ്ങളിൽ. മിക്കപ്പോഴും 1ാം സ്ഥാനം നേടി നാടിന്റെ അഭിമാനമായി മാറുന്ന അഷ്കർ ഈ രംഗത്ത് ഇനിയും ഉയരങ്ങൾ സ്വന്തമാക്കാനുള്ള ഒരുക്കത്തിലാണ്. CCTV ന്യൂസ് ചാവക്കാട്. അയ്യമ്പറമ്പ് പള്ളി സൺഡേ സ്കൂളിന്റെ 55ാം വാർഷികാഘോഷവും സമ്മാനദാനവും സൺഡേ സ്കൂൾ അസോസിയേഷൻ കുന്നംകുളം ജില്ലാ പ്രസിഡന്റ് ഫാദർ ആന്റണി പൗലോസ് ഉദ്ഘാടനം ചെയ്തു. ഇടവക വികാരി ഫാദർ TP വർഗീസ് അധ്യക്ഷനായി. ചടങ്ങിൽ ഡോക്ടറേറ്റ് കരസ്ഥമാക്കിയ കുന്നംകുളം ഭദ്രാസന സൺഡേ സ്കൂൾ ഡയറക്ടർ KC ലോബ്സൺ മാസ്റ്ററെ അയ്യമ്പറമ്പ് സൺഡേ സ്കൂളിന്റെ നേതൃത്വത്തിൽ ഉപഹാരം നൽകി അനുമോദിച്ചു. പള്ളി ട്രസ്റ്റി ഡേവിസ് KV, കുന്നംകുളം ജില്ലാ സൺഡേ സ്കൂൾ ഇൻസ്പെക്ടർ അല്ലി തമ്പി എന്നിവർ സംസാരിച്ചു. പള്ളി സൺഡേ സ്കൂൾ ഹെഡ്മാസ്റ്റർ അരുൺ ജേക്കബ് സ്വാഗതവും അധ്യാപക പ്രതിനിധി നിതു റിജേഷ് നന്ദിയും പറഞ്ഞു. സമ്മാനദാനവും കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. കുന്നംകുളം ശ്രീ ശങ്കരപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിലെ നവീകരണ സഹസ്ര കലശത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ സാംസ്കാരിക സമ്മേളനം നടന്നു. വൈകിട്ട് 4-ന് നടന്ന സാംസ്കാരിക സമ്മേളനം കൊച്ചിൻ ദേവസ്വം ബോർഡ് അംഗം പ്രേംരാജ് ചൂണ്ടാലാത്ത് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ശങ്കരപുരം ക്ഷേത്രം ട്രസ്റ്റി
PB ബിജു അധ്യക്ഷത വഹിച്ചു. ക്ഷേത്രം തന്ത്രി അണ്ടലാടി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് അനുഗ്രഹ പ്രഭാഷണം നടത്തി. നവീകരണ കലശ കമ്മിറ്റി പ്രസിഡന്റ് MA ഗോപി, സെക്രട്ടറി KK മിഥുൻ, ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് PU പ്രതീഷ്, നവീകരണ കലശ കമ്മിറ്റി കൺവീനർ PM മനീഷ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് ക്ഷേത്രത്തിൽ കലാപരിപാടികൾക്കും തുടക്കമായി. ചൊവ്വന്നൂർ പഞ്ചായത്തിൽ ഉൾപ്പെട്ട ക്രിക്കറ്റ് പ്ലെയേഴ്സിനെ ഉൾപ്പെടുത്തി പഴുന്നാന കിക്ക് സ്പോർട്സ് ഹബ് അണിച്ചൊരുക്കിയ CCL സീസൺ 2 ക്രിക്കറ്റ് ലീഗ് മത്സരങ്ങൾക്ക് തുടക്കമായി. ചൊവ്വന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ചിത്ര വിനോബാജി ഉദ്ഘാടനം നിർവഹിച്ചു. വാർഡ് മെമ്പർ ഷഹീദ് അധ്യക്ഷത വഹിച്ചു. ഗഫൂർ പഴുന്നാന സ്വാഗതവും ടൂർണമെന്റ് കോർഡിനേറ്റർ റഹീം നന്ദിയും പറഞ്ഞു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 6780 രൂപ, പവന് 54,240 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 89 രൂപ. ചരമം പോർക്കുളം മേക്കാട്ടുകുളം വീട്ടിൽ പരേതനായ ചുമ്മാർ മകൻ ബിനോയ് നിര്യാതനായി. 54 വയസ്സായിരുന്നു. സംസ്കാരം പോർക്കുളം സെന്റ് ആദായ് സ്ലീഹ പള്ളി സെമിത്തേരിയിൽ നടന്നു. ബിജി എന്ന എലിസബത്ത് ഭാര്യയാണ്. ബ്രിലിന, ബ്രിസ്റ്റി എന്നിവർ മക്കളാണ്. പെരുമ്പിലാവ് അയ്യപ്പൻകാവ് മേലേതിൽ പരേതനായ മൊയ്തീൻകുട്ടി ഹാജി മകൻ കുഞ്ഞു മുഹമ്മദ് നിര്യാതനായി. 72 വയസ്സായിരുന്നു. റാബിയ ഭാര്യയാണ്. സാജിദ്, സബീദ്, ഷാഫി, ഷഹീർ, സാബിറ എന്നിവർ മക്കളാണ്. പെരുമ്പിലാവ് സെൻട്രൽ ജുമു മസ്ജിദ് ഖബർസ്ഥാനിൽ ഖബറടക്കം നടന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരളത്തിൽ LDF തരംഗമാണ് അലയടിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തൃശൂർ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ചാവക്കാട് നടന്ന പൊതുസമ്മേളനം അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. സംഗീതജ്ഞൻ KG ജയൻ വിടവാങ്ങി. ഹൃദയസ്പർശിയായ ഗാനങ്ങൾ ആസ്വാദക മനസ്സിൽ നൈർമല്യമായി ചാർത്തിയാണ് അതുല്യ സംഗീതജ്ഞൻ വിട പറയുന്നത്. ക്ഷേമ പെൻഷൻ വിതരണം നടത്തുന്നില്ലെന്നാരോപിച്ച് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ പുന്നയൂർ സർവീസ് സഹകരണ ബാങ്കിന് മുന്നിൽ പ്രതിഷേധ കുത്തിയിരിപ്പ് ധർണ നടത്തി. സംസ്ഥാന സർക്കാരിന്റെ വീഴ്ച മറച്ചുവെക്കാൻ നടത്തിയ നാടകമെന്ന് സഹകരണ ബാങ്ക് പ്രസിഡന്റ് PK ഹസൻ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. തണ്ടിലം മനക്കിലാത്ത് പത്മനാഭൻ അംബിക ദമ്പതികളുടെ മകൻ ബിജുവിന്റെ 2ാം ചരമവാർഷികം ആചരിക്കുന്നു. പരേതന്റെ ഓർമ്മയ്ക്കു മുമ്പിൽ ദുഃഖാർത്തരായ കുടുംബാംഗങ്ങൾ.